പൊന്നാനി പെരുമകൾ കൊണ്ട് പുകൾപെറ്റ നാട്. വന്നേരി നാടിന്റെയും പൊന്നാനി തീരത്തിന്റെയും ചരിത്രശേഷിപ്പുകൾ ഒട്ടേറെ പറയാനുണ്ട് ഈ നാടിന്. കാലഘടനയെ മറികടന്ന ഐതിഹാസികമായ കർഷക സമരങ്ങൾക്ക് വന്നേരി നാട് സാക്ഷ്യം വഹിച്ചപ്പോൾ വഞ്ചിത്തൊഴിലാളി സമരവും സമാനതകളില്ലാത്ത ബീഡി തൊഴിലാളി സമരവും പൊന്നാനി തീരത്തെ ഇളക്കിമറിച്ചു. സാംസ്കാരിക നവോത്ഥാന നായകന്മാരുടെ ഈറ്റിലമായ ഇവിടം ദേശീയ പ്രസ്ഥാനത്തോടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും ചേർന്നു നിന്നു. മാനവികതയുടെ മൂല്യങ്ങൾ അന്നും ഇന്നും ഉയർത്തിപ്പിടിച്ച നിയമസഭാ മണ്ഡലമാണ് പൊന്നാനി. പൊന്നാനി നഗരസഭയും മാറഞ്ചേരി, വെളിയങ്കോട്, പെരുമ്പടപ്പ്, ആലങ്കോട്, നന്നമുക്ക് പഞ്ചായത്തുകളും ചേർന്ന പൊന്നാനിയിൽ ഇടതുപക്ഷ ജനപ്രതിനിധികൾ പ്രതിനിധാനം ചെയ്ത ഇക്കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലം വികസന വിപ്ലവത്തിന്റെ പൂക്കാലമായിരുന്നുവെന്ന് നിസ്സംശയം പറയാം. ഉജ്ജ്വലമായ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പശ്ചാത്തലമുള്ള പൊന്നാനി വളരെ പിന്നോക്കം നിൽക്കുന്നൊരു മേഖലയായിരുന്നു മലപ്പുറം ജില്ലയിലെ പല മണ്ഡലങ്ങളും നോക്കുമ്പോൾ. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പശ്ചാത്തല സൗകര്യത്തിൻ്റെ കുറവ്, യാത്രാക്ലേശം അനുഭവിക്കുന്ന ഒരു ജനത, അതുപോലെ തന്നെ വികസന മേഖലയ്ക്കകത്ത് വേണ്ടത്ര ഇടപെടലില്ലായ്മ, ഇതെല്ലാം ചേർന്ന അടിസ്ഥാനത്തിൽ പിന്നോക്കം നിൽക്കുന്ന മേഖലയായിരുന്നത്. സമീപകാലത്ത് വൻ കുതിപ്പുണ്ടാക്കിയിട്ടുള്ള വികസന മേഖലയ്ക്കകത്ത് വൻ കുതിപ്പുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് പൊന്നാനി. പൊന്നാനി അഴിമുഖം മുതൽ തൃശൂർ ജില്ലാതിർത്തിയായ കാപ്പിരിക്കാട് വരെ നീണ്ടുകിടക്കുന്ന 13 കിലോമീറ്ററോളം ദൂരപരിധിയുള്ള കടലോര മേഖലയുള്ള നിയമസഭാ മണ്ഡലമാണ് പൊന്നാനി. ഓരോ മൺസൂൺ കാലവും തീരദേശവാസികൾക്ക് കടലിരമ്പം കൊണ്ട് നെഞ്ചിടിപ്പേറിയ നാളുകൾ ഇന്ന് ഓർമ്മയാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് മാത്രം പൊന്നാനി നഗരസഭയുടെ തീരദേശത്ത് 10.46 കോടി രൂപയുടെ കടൽഭിത്തി നിർമ്മാണത്തിന് അനുമതി ലഭിക്കുകയും ആയതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയുമാണ്. കൂടാതെ പുതുപൊന്നാനി അബൂ ഹുറൈറ പള്ളിക്ക് സമീപം 1 കോടി രൂപ ചെലവിൽ കടൽഭിത്തി നിർമ്മാണം പൂർത്തീകരിച്ചു. MES കോളേജിന് പിൻവശം 35 ലക്ഷം രൂപ ചെലവിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ പണി ഇതിനകം കഴിഞ്ഞു. മുല്ല റോഡിൽ ജിയോ ബാഗ് സ്ഥാപിക്കാൻ 16 ലക്ഷമാണ് ചെലവഴിച്ചത്. പാലപ്പെട്ടി ജുമാ മസ്ജിദിന് സമീപം കടൽഭിത്തി നിർമ്മിക്കാൻ 10 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. പുതുപൊന്നാനി അഴിമുഖത്തെ മണൽ നീക്കം ചെയ്യാൻ 31 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പൊന്നാനിയിലെ കടൽക്ഷോഭത്തിന് ശാശ്വത പരിഹാരമെന്ന നിലയിൽ ടെട്രാപോഡ് കടൽഭിത്തി സംവിധാനവും വിഭാവനം ചെയ്തിട്ടുണ്ട്. കടലോര മേഖലയ്ക്കകത്ത് ഉള്ള ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന വിവിധങ്ങളായ പദ്ധതികളാണ് ഈ ബഡ്ജറ്റിൽ കൂടി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അതിനു പുറമെ കടൽഭിത്തിയുടെ പ്രവൃത്തി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. മുറിഞ്ഞഴിക്കകത്തുള്ള കടൽഭിത്തിയുടെ പ്രവൃത്തിക്ക് ആവശ്യമായ ടെൻഡർ നടപടിയിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെയാണ് അവിടെ പുതിയ രൂപത്തിലേക്കുള്ള മത്സ്യഗ്രാമത്തിൻ്റെ മറ്റൊരു പദ്ധതി കൂടി പുതുപൊന്നാനി കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ വൈകാതെ തന്നെ ആരംഭിക്കാൻ നമുക്ക് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധങ്ങളുടെ ആശ്വാസ പദ്ധതികൾക്ക് പുറമെയാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ആ മത്സ്യത്തൊഴിലാളികളെയും അവിടുത്തെ കുടുംബങ്ങളെയും ചേർത്ത് പിടിക്കുക എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാടാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാൻ പറ്റിയിട്ടുണ്ട്. പുനർഗേഹം പദ്ധതി 128 ഫ്ളാറ്റുകളുടെ പ്രവൃത്തി ആദ്യം കഴിഞ്ഞു. 100 ഫ്ളാറ്റുകളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അവർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അവർക്ക് അവിടുത്തെ വെള്ളം ശുദ്ധീകരിക്കാൻ ആവശ്യമായ നടപടി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മത്സ്യമേഖലയ്ക്കകത്തുള്ള മറ്റു പ്രധാനപ്പെട്ട പദ്ധതിയാണ് മത്സ്യഗ്രാമ പദ്ധതി. അതിന് 7.5 കോടി രൂപയുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ ബഡ്ജറ്റിനകത്തും ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുനർഗേഹം പദ്ധതിയിൽ വീടുകൾ നിർമ്മിക്കുന്ന പദ്ധതി മറ്റു രൂപത്തിലേക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൊന്നാനിയിലെ തീരദേശത്ത് പതിറ്റാണ്ടുകളായുള്ള പ്രതിഭാസമാണ് കടലേറ്റം. കടൽ ക്രമേണ കരകയറി വരികയും കരഭൂമി കടലെടുക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണിത്. അതിനാൽ തന്നെ പൊന്നാനി നിയോജക മണ്ഡലത്തിലെ കടലോര നിവാസികൾ പലരും സുരക്ഷയില്ലാതെ വസിക്കുന്ന സ്ഥിതി സംജാതമായിരുന്നു. ഈ പ്രശ്നത്തെ ശാസ്ത്രീയമായും സാമൂഹ്യവുമായും മറികടക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പുനർഗേഹം. ഇതനുസരിച്ച് പുതിയ ഭൂമി വാങ്ങാനും ഭവനം നിർമ്മിക്കാനും ഓരോ കുടുംബത്തിനും 10 ലക്ഷം രൂപയാണ് സർക്കാർ നൽകിയത്. പൊന്നാനി നിയോജക മണ്ഡലത്തിൽ 128 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ഭവന സമുച്ചയം നിർമ്മിച്ച് പുനരധിവസിപ്പിച്ചത് സമാനതകളില്ലാത്ത തൊഴിലാളി വർഗ വികസന കാഴ്ചപ്പാടിന്റെ മകുടോദാഹരണമാണ്. കൂടാതെ വിവിധയിടങ്ങളിലായി 193 കുടുംബങ്ങൾ സ്ഥലം വാങ്ങി വീട് വെച്ച് കഴിഞ്ഞു. 269 കുടുംബങ്ങൾ ഭൂമിയുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. 77 കുടുംബങ്ങൾ ഭവന നിർമ്മാണം സമാരംഭിച്ചിട്ടുണ്ട്.
1000-ഓളം കുടുംബങ്ങളാണ് ഈ സാന്ത്വന സ്നേഹ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ളത്. കൂടാതെ 14,80,00,000 രൂപ ചെലവഴിച്ച് ഫിഷിംഗ് ഹാർബർ പരിസരത്ത് തന്നെ നിർമ്മിക്കുന്ന മത്സ്യത്തൊഴിലാളി ഭവന സമുച്ചയത്തിന്റെ 2ാം ഘട്ടത്തിൽ 100 കുടുംബങ്ങൾക്ക് കൂടി പുനരധിവാസം ഉറപ്പാക്കും. കൂടാതെ 31 ലക്ഷം രൂപ ചെലവഴിച്ച് പൊന്നാനി ഹിളർപള്ളി റോഡിന്റെ നവീകരണവും 1,16.50 ലക്ഷം ചെലവഴിച്ച പെരുമ്പടപ്പ് പഞ്ചായത്തിലെ അമ്പലം ബീച്ച് മുതൽ അല്ലായി ബീച്ച് റോഡ് നിർമ്മാണവും 75 ലക്ഷം രൂപ ചെലവഴിച്ച് വെളിയങ്കോട് പഞ്ചായത്തിലെ ബിവിപ്പടി ബീച്ച് നിർമ്മാണവും 1,47 ലക്ഷം രൂപ ചെലവിൽ പൊന്നാനി കോടതിപ്പടി മുതൽ പഴയ ജങ്കാർ റോഡിലേക്ക് പോകുന്ന ഭാഗം നവീകരിച്ചതും വെളിയങ്കോട് പഞ്ചായത്തിലെ കിണർ മുതൽ ഫിഷറീസ് റോഡ് നവീകരിക്കാൻ 1,04 ലക്ഷം രൂപ ചെലവഴിച്ചതും വെളിയങ്കോട് പഞ്ചായത്തിലെ തന്നെ 13.50 ലക്ഷം രൂപ ചെലവിൽ ഇകെ നായനാർ റോഡ് നിർമ്മിച്ചതും സർദാർ റോഡിന് 21 ലക്ഷം ചെലവഴിച്ച് നവീകരിച്ചതുമെല്ലാം തീരജനതയുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ ചില ഉദാഹരണങ്ങളാണ്. പൊന്നാനി മത്സ്യബന്ധന തുറമുഖത്തിന്റെ ആധുനികവൽക്കരണത്തിനായി 36.73 കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പാക്കിയത്. 17 കോടിയോളം രൂപ ചെലവിൽ ആധുനികവൽക്കരണവും മെയിന്റനൻസ് ഡ്രഡ്ജിംഗിനായി 6.37 കോടിയുടെയും പദ്ധതികളാണ് ഇതുവഴി നടപ്പാക്കുന്നത്. പുതിയ വാർഫ്, ലേലഹാൾ, പാർക്കിംഗ് ഏരിയ, കവേർഡ് ലോഡിംഗ് ഏരിയ, ലോ ലെവൽ ജെട്ടി നിർമ്മാണം, പെറ്റി ഷോപ്പുകൾ, വിശ്രമ കേന്ദ്രങ്ങൾ, റോഡ് നിർമ്മാണം, കാന്റീൻ കെട്ടിടം, വർക്ക്ഷോപ്പ് കെട്ടിടം, വലനെയ്യൽ കേന്ദ്രം, ഗ്രീൻ ബെൽറ്റ് തുടങ്ങിയ വിവിധ പദ്ധതികൾ ആധുനികവൽക്കരണത്തിൽ ഉൾപ്പെടും. താലൂക്കിന്റെ ഭരണ കേന്ദ്രമാണ് പൊന്നാനി സിവിൽ സ്റ്റേഷൻ. പാലോളിയുടെ കാലത്ത് പ്രവർത്തനം ആരംഭിച്ച പൊന്നാനി മിനി സിവിൽ സ്റ്റേഷൻ വിപുലീകരണത്തിനും അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും 10 കോടി രൂപ മുതൽ മുടക്കിൽ പുതിയ കെട്ടിടം കൂടി ഉയരുകയാണ്. 1997.39 ചതുരശ്ര വിസ്തൃതിയിൽ 3 നിലകളോട് കൂടിയ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ സബ് ട്രഷറി, വില്ലേജ് ഓഫീസ്, സബ് രജിസ്ട്രാർ ഓഫീസ്, ഇറിഗേഷൻ ഓഫീസ്, വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസ് തുടങ്ങിയ സർക്കാർ കാര്യാലയങ്ങൾ ഒരു കുടക്കീഴിൽ എന്ന പോലെ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തനം ആരംഭിക്കും. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ലിഫ്റ്റ് സംവിധാനം സഹിതം ഈ കെട്ടിടം പൂർത്തിയായാൽ നിലവിലെ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാനായി കണക്ഷൻ ബ്രിഡ്ജ് സംവിധാനവും ഏർപ്പെടുത്തും. ഇതോടുകൂടി താലൂക്കിന്റെ ഭരണകാര്യ നിർവഹണങ്ങൾ എല്ലാം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജനങ്ങൾക്ക് ആകെ പ്രാപ്യമാകും. കൂടാതെ വിവിധ സർക്കാർ കാര്യാലയങ്ങൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് ഒഴിവാക്കാനുമാകും. അടിസ്ഥാന വികസന ക്ഷേമ സേവന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും കൂടുതൽ സൗകര്യപ്രദമാക്കാനും നടന്ന നിരവധി ശ്രമങ്ങളിലെ മറ്റൊരു മകുടോദാഹരണമാണ് പൊന്നാനി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടം. ജനതയുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ രാപ്പകലില്ലാതെ സേവനത്തിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഫയർഫോഴ്സ് സംവിധാനത്തിന് നിലവിലുള്ള കെട്ടിടത്തിന്റെ അസൗകര്യങ്ങളും പരിമിതിയും ഒരു വെല്ലുവിളിയായിരുന്നു. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് പി നന്ദകുമാർ MLA പ്രത്യേകം ഇടപെട്ടു. 2025-26 ബഡ്ജറ്റിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പദ്ധതിയായി. 2.5 കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ പൊന്നാനിയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സംവിധാനം കൂടുതൽ മികവുറ്റതാകും. പൊന്നാനിയിലെ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസ് ആധുനികവൽക്കരിക്കപ്പെട്ടത് ഇക്കാലത്താണ്. 2022 മന്ത്രി PA മുഹമ്മദ് റിയാസ് കെട്ടിടം നാടിന് സമർപ്പിച്ചതിന് ചുവടുപിടിച്ചാണ് നിയോജക മണ്ഡലത്തിലെ വളയംകുളം റെസ്റ്റ് ഹൌസ് കൂടി പുനരുദ്ധരിക്കാൻ നമ്മുടെ MLA മുൻകൈയെടുത്തത്. 1 കോടി രൂപ ചെലവിലാണ് വളയംകുളം റെസ്റ്റ് ഹൌസിന് പുതിയ കെട്ടിടം എന്ന ലക്ഷ്യം കൂടി ഫലപ്രാപ്തിയിലെത്തിയത്. ദീർഘദൂര യാത്രക്കാർക്കായി ടേക്ക് എ ബ്രേക്ക് സംവിധാനം കൂടി ഇവിടെ ഒരുക്കും. ചങ്ങരംകുളത്ത് നടപ്പാക്കി ആദ്യഘട്ട ഉദ്ഘാടനം നിർവഹിച്ച പദ്ധതിയാണ് ചങ്ങരംകുളം സൗന്ദര്യവൽക്കരണ പദ്ധതി. 3,15,00,000 രൂപ ചെലവിൽ ചങ്ങരംകുളത്തിന്റെ മുഖഛായ ആകെ മാറ്റി ആധുനിക നഗര സൗന്ദര്യ സങ്കല്പം നടപ്പിൽ വരുത്തി. ചന്തപ്പടി സെന്ററിൽ നിന്ന് മികച്ച സൗകര്യത്തോടെ നിർമ്മിച്ച പൊതുമരാമത്ത് വിശ്രമ കേന്ദ്രം വരെയുള്ള 100 മീറ്ററിലാണ് സൗന്ദര്യവൽക്കരണ പ്രവൃത്തി നടന്നത്. ടൂറിസം ഡെസ്റ്റിനേഷൻ പാർക്കിൽ കഫ്തീരിയ, ടോയ്ലറ്റ് ബ്ലോക്ക്, ഇരിപ്പിടം, പാർക്കിംഗ്, ലൈറ്റിംഗ് സംവിധാനം എന്നിവയെല്ലാം സജ്ജീകരിച്ചു. ടേക്ക് എ ബ്രേക്ക് കെട്ടിട നിർമ്മാണവും പൂർത്തിയായി നാടിന് സമർപ്പിച്ചു. കൂടാതെ കുട്ടികൾക്കായുള്ള പാർക്കിന്റെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട്. സർക്കാർ ബജറ്റിൽ അനുവദിച്ച 50 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പാർക്ക് നിർമ്മിക്കുന്നത്. ടേക്ക് എ ബ്രേക്കിനോട് ചേർന്നുള്ള 40 സെന്റ് സ്ഥലത്താണ് കുട്ടികൾക്കായി മനോഹരമായ പാർക്ക് ഒരുങ്ങുന്നത്. പൊന്നാനിയിൽ കർമ്മ റോഡിലും പുളിക്കക്കടവിലുമുള്ള ടൂറിസം പദ്ധതികൾക്ക് പുറമെയാണ് ചന്തപ്പടി മേഖലയെയും ടൂറിസം ഡെസ്റ്റിനേഷനായി മാറ്റുന്നത്. പൊന്നാനി അങ്ങാടിപ്പാലം വീതി കൂട്ടി
ആധുനിക സൗകര്യത്തോടുകൂടി പുതുക്കി പണിയാനുള്ള പദ്ധതിക്ക് 45 കോടി രൂപ അനുവദിപ്പിച്ചെടുക്കുന്നതിനും MLAക്ക് കഴിഞ്ഞു. പൊന്നാനി നിയോജക മണ്ഡലത്തിലെ വൻകിട പദ്ധതികൾക്കെല്ലാം ജീവസുറ്റ കാലമായിരുന്നു കടന്നുപോയത്. ശതകോടികളുടെ സർക്കാർ നിക്ഷേപമാണ് പൊന്നാനിയിലുണ്ടായത്. ശതകോടി പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെളിയങ്കോട് ലോ കം ബ്രിഡ്ജ് നിർമ്മാണമാണ്. ഉപ്പുവെള്ളം കനോലി കനാലിലേക്ക് കയറുന്നത് തടയുന്നതിനും മാറഞ്ചേരി വെളിയങ്കോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതിനുമുള്ള വെളിയങ്കോട് ലോ കം ബ്രിഡ്ജ് നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. പദ്ധതി പ്രകാരം 4.5 മീറ്റർ വീതിയിൽ ഒറ്റവരി പാലം 25 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്നതോടെ ഗതാഗത മേഖലയിലും കുതിപ്പാകും. വെളിയങ്കോട് മാറഞ്ചേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കനോലി കനാലിന് കുറുകെ വെളിയങ്കോട് പൂക്കൈതക്കടവിനോട് ചേർന്നാണ് ലോ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം. വെളിയങ്കോടിനെയും മാറഞ്ചേരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതോടൊപ്പം വെളിയങ്കോട് മാറഞ്ചേരി പെരുമ്പടപ്പ് പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം, ജലസേചനം എന്നിവയ്ക്ക് പുറമെ ഗുരുവായൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പുന്നയൂർക്കുളം, പുന്നയൂർ പഞ്ചായത്തുകളിലേക്കും ഗുരുവായൂർ, ചാവക്കാട് നഗരസഭകളിലേക്കും കുടിവെള്ളത്തിനും ജലസേചനത്തിനും ഗുണകരമാകുന്നതാണ് ഈ പദ്ധതി. ലോ കം ബ്രിഡ്ജ് അപ്രോച്ച് റോഡും ഉൾപ്പെടെ 2 ഘട്ടങ്ങളിലായി 43.97 കോടിയുടെ പദ്ധതിയാണിന്ന് അന്തിമഘട്ടത്തിലുള്ളത്. പശ്ചാത്തല സൗകര്യ മേഖലയ്ക്കകത്താണെങ്കിൽ നിരവധി പാലങ്ങളുടെ പ്രവർത്തനം കഴിഞ്ഞു. നമുക്ക് അതിലേറ്റവും എടുത്തു പറയത്തക്കതാണ് ആളം പാലം. തുറവാടം പാലത്തിൻ്റെ പ്രവൃത്തി വളരെ ജാഗ്രതയോടെ നടന്നുകൊണ്ടിരിക്കുന്നു. കുണ്ടുകട് പാലത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരണം കഴിഞ്ഞു. നമുക്ക് അടുത്ത് തുടങ്ങാൻ പോകുന്ന ഈ പാലങ്ങളും നമ്മളെ മണ്ഡലത്തിനകത്ത് 2-3 പാലങ്ങളുടെ പ്രവൃത്തി, പുതിയുരുത്തി പാലമടക്കം നമുക്ക് ആരംഭിക്കാൻ പോവുകയാണ്. അതിന് പുറമെയാണ് ചിരകാല സ്വപ്നമായിട്ടുള്ള വെളിയങ്കോട് ലോ കം ബ്രിഡ്ജിൻ്റെ 1ാം ഘട്ട പ്രവൃത്തിയുടെ പൂർത്തീകരണം ഇപ്പോൾ അവസാനിച്ചു. 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 44 കോടി രൂപയോളം വരുന്ന സംഖ്യ വിനിയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത്. തുറവാടം പാലത്തിന് 37 കോടിയുടെ പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുണ്ടുകട് പാലത്തിന് 36 കോടി രൂപയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റ് റോഡുകളുടെ വികസനവും മെച്ചപ്പെട്ട തോതിലേക്കാണ് നടന്നത്. നാഷണൽ ഹൈവേ വന്നതോടുകൂടി കുറ്റിപ്പുറത്തേക്കുള്ള യാത്രാ സൗകര്യം 10 മിനിറ്റ് കൊണ്ട് എത്തുന്നതുകൊണ്ട് നമ്മളെ ഈ ഡെസ്റ്റിനേഷനിലേക്ക് പൊന്നാനി എത്തിപ്പെടാൻ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് കഴിയുന്ന ഒരു യാത്രാ സൗകര്യമുള്ള പ്രദേശമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പൊന്നാനിയുടെ അടിസ്ഥാന വികസനത്തിന്റെ മറ്റൊരു നാഴികക്കല്ലായി മാറിയത് കുണ്ടുകടവിലെ പുതിയ പാലത്തിന്റെ നിർമ്മാണമാണ്. കാലപ്പഴക്കം കാരണം അപകടാവസ്ഥയിലായ കുണ്ടുകടവ് പാലത്തിന് പകരമായുള്ള മറ്റൊരു പാലം എന്ന ആവശ്യം കടലാസിൽ ഒതുങ്ങിയ ഘട്ടത്തിലാണ് പി നന്ദകുമാർ MLA നിയമസഭയിൽ പ്രത്യേക സബ്മിഷൻ ഉന്നയിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് സഭയിൽ വെച്ച് തന്നെ ഇക്കാര്യം പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് പുതിയ കുണ്ടുകടവ് പാലം എന്ന പദ്ധതിക്ക് ജീവൻ വെക്കുന്നത്. പുതിയ പാലത്തിന് നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 29.3 കോടി രൂപ വകയിരുത്തിയാണ് നിർമ്മാണം നടന്നത്. പഴയ പാലം നിലനിർത്തിക്കൊണ്ടായിരുന്നു പുതിയ പാലത്തിന്റെ നിർമ്മാണം. അതിനാൽ ഗതാഗത ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായി 2 വരി വാഹനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കുന്നതിനായി 7.50 മീറ്റർ വീതിയിൽ കാരിയേജ് വേയും ഇരുവശങ്ങളിലുമായി 1.50 മീറ്റർ വീതിയിൽ നടപ്പാതയും ഉൾപ്പെടെ പാലത്തിന് മൊത്തം 11.00 മീറ്റർ വീതിയുണ്ട്. കൂടാതെ പൊന്നാനി ഭാഗത്ത് 200 മീറ്റർ നീളത്തിലും വെളിയങ്കോട് ഭാഗത്ത് 130 മീറ്റർ നീളത്തിലുമുള്ള അപ്രോച്ച് റോഡും പൊന്നാനി ഭാഗത്ത് ഒരു വശത്തായി 180 മീറ്റർ നീളത്തിലും വെളിയങ്കോട് ഭാഗത്ത് ഒരു വശത്തായി 60 മീറ്റർ നീളത്തിലുമായി 3.00 മീറ്റർ വീതിയോട് കൂടിയ സർവീസ് റോഡും പാലത്തിനോടനുബന്ധിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. BMBC അനുബന്ധ റോഡുകളിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും നൽകിയിട്ടുണ്ട്. കൂടാതെ മഴവെള്ളം ഒലിച്ചു പോകുന്നതിനാവശ്യമായ ഡ്രൈനേജ് സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി മഴക്കാലത്ത് വെള്ളപ്പൊക്കം മൂലം പുറം ലോകവുമായി ബന്ധം വിച്ഛേദിക്കുന്ന മാറഞ്ചേരി ആളം ദ്വീപിലുള്ളവരുടെ സ്വപ്നമായ ആളം ദ്വീപ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇക്കാലത്താണ്. ഏറെ നാളായി പാതി വഴിയിലായിരുന്ന പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പൂർത്തീകരിച്ചാണ് പാലം ഉദ്ഘാടന സജ്ജമാക്കിയത്. 5.5 കോടി ചെലവിലാണ് പുതിയ പാലം നിർമ്മിച്ചത്. നടപ്പാതയടക്കം 7.5 മീറ്റർ വീതിയിലും 84 മീറ്റർ നീളത്തിലുമാണ് പുതിയ പാലം നിർമ്മിച്ചത്. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ തുറുവാണത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന പാലം വികസന വഴിയിലെ വേറിട്ടൊരു നാഴികക്കല്ലാണ്. അംബേദ്കർ ഗ്രാമത്തിലേക്ക് പാലം നിർമ്മിക്കണമെന്ന കാലങ്ങളായുള്ള പരാതിക്കാണ് പരിഹാരമാകുന്നത്. പ്രദേശത്ത് പാലം നിർമ്മിക്കുന്നതിന് 34 കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമായി. സാങ്കേതിക അനുമതി ലഭിക്കുന്നതിന് മുന്നോടിയായി
പൊന്നാനി താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ പദ്ധതി പ്രദേശത്ത് സർവേ നടത്തി. പദ്ധതിക്കാവശ്യമായ സ്ഥലലഭ്യത ഉറപ്പുവരുത്തുന്നതിനും പുറമ്പോക്ക് ഭൂമി കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് സർവേ നടത്തിയത്. അപ്രോച്ച് റോഡിനുള്ള സ്ഥലം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയാണ് സർവേ നടത്തുന്നത്. സ്ഥലലഭ്യത ഉറപ്പുവരുത്തി പദ്ധതി സാങ്കേതിക അനുമതിക്കായി സമർപ്പിച്ചതോടെ പദ്ധതി ഉറപ്പായി. 7.5 മീറ്റർ വീതിയിലും 465 മീറ്റർ നീളത്തിലുമാണ് പാലം നിർമ്മിക്കുന്നത്. ഇതിൽ 5.50 മീറ്റർ വീതിയിൽ റോഡും ഇരുഭാഗങ്ങളിലുമായി 1.30 മീറ്റർ വീതിയിൽ ഫുട്പാത്തും നിർമ്മിക്കും. എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇവിടെ ബ്രിഡ്ജ് നിർമ്മാണത്തിനായി 2 തവണയായി 40 കോടി അനുവദിച്ച് ഉത്തരവായി എന്നത് എടുത്തു പറയേണ്ട നേട്ടമാണ്. പൊന്നാനി തവനൂർ മണ്ഡലങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒളമ്പക്കടവ് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ 2ാം ഘട്ടത്തിലാണ്. 28 കോടി 33 ലക്ഷം രൂപ ചെലവിട്ടാണ് പാലത്തിന്റെ നിർമ്മാണം. പൊന്നാനി മണ്ഡലത്തിലെ മാറഞ്ചേരിയെയും തവനൂർ മണ്ഡലത്തിലെ കോലളമ്പിനെയുമാണ് പാലം വഴി ബന്ധിപ്പിക്കുന്നത്. പതിറ്റാണ്ടുകളായി കടത്തുവള്ളത്തെ ആശ്രയിച്ചിരുന്ന പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാവുന്നത്. കൂടാതെ സംസ്ഥാന പാതകളെ ബന്ധിപ്പിക്കുകയും ആയിരക്കണക്കിന് ജനങ്ങൾക്ക് വളരെ ഗുണകരമാവുകയും ചെയ്യും. നരണിപ്പുഴ കുമ്മിപ്പാലം പാടശേഖരത്തിന്റെ ബണ്ട് നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. KLDCയുടെ നേതൃത്വത്തിൽ 3 കോടി 92 ലക്ഷം രൂപ ചെലവിലാണ് ഈ പദ്ധതി പുരോഗമിച്ചു വരുന്നത്. 200 ഏക്കർ വരുന്ന പാടശേഖരത്തിനാണ് ഇതിന്റെ ഗുണം ലഭ്യമാകുന്നത്. മലബാറിന്റെ നെല്ലറയാണ് പൊന്നാനി കോൾ നിലം. BM കോൾ മേഖലയിൽ ജലലഭ്യത ഉറപ്പാക്കുന്നതിനും 1 ഇഞ്ച് ഭൂമി പോലും തരിശാകാതെ നെല്ലുൽപാദനം ഉറപ്പാക്കാനും വേണ്ടി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക സംയോജിത വികസന പദ്ധതിയാണ് BM ലിങ്ക് കനാൽ പദ്ധതി. 36 കോടി രൂപയാണ് പദ്ധതിക്കായി സർക്കാർ അനുവദിച്ചത്. 7.5 കിലോമീറ്ററാണ് പദ്ധതിയുടെ വ്യാപ്തി. വെള്ളം ഭാരതപ്പുഴയിൽ നിന്നും അതലോർ ചെറിയ തോട് വഴി അതലോർ അങ്ങാടിയിൽ എത്തിക്കുകയും തുടർന്ന് കാർഷിക മേഖലകളിലേക്ക് വെള്ളം എത്തിക്കുകയും ചെയ്യും. തവനൂർ, കാലടി, പൊന്നാനി നഗരസഭ എന്നീ പരിധികളിലൂടെയാണ് വെള്ളം എത്തിക്കുക. 7.8 കിലോമീറ്റർ ദൂരത്തിലാണ് തോട് തയ്യാറാക്കുന്നത്. ഭാരതപ്പുഴയിൽ നിന്നും അതലോർ ചെറിയ തോട് വഴി അതലോർ അങ്ങാടിയിലേക്ക് ആദ്യഘട്ടത്തിൽ 1.3 കിലോമീറ്റർ ദൂരത്തിൽ പൈപ്പ് സ്ഥാപിക്കും. 90 സെന്റിമീറ്റർ വ്യാസമുള്ള പൈപ്പിടാനാണ് തീരുമാനം. ഭാരതപ്പുഴയിൽ നിന്നും വെള്ളം പൈപ്പ് വഴി കൃഷിമേഖലയിലെ കനാലുകളിലേക്കും തോടുകളിലേക്കും എത്തിച്ച് കർഷകർക്ക് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഗുരുവായൂർ, കുന്നംകുളം, തവനൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലെ കാർഷിക ആവശ്യങ്ങൾക്ക് ഈ പദ്ധതി ഏറെ പ്രയോജനകരമാകും. മത്സ്യകൃഷി, ചെറുവ്യവസായം, ടൂറിസം തുടങ്ങിയ മേഖലകൾക്ക് ഈ പദ്ധതി ഉപകരിക്കും. പദ്ധതി യാഥാർത്ഥ്യമായാൽ പുഞ്ചകൃഷിയും കോൾ കൃഷിയും സാധ്യമാകും. കോൾ മേഖല കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കേരളത്തിലെ 2ാമത്തെ കോൾ കൃഷി മേഖലയാണ് പൊന്നാനി. ഈ 5 വർഷക്കാലം വലിയ തോതിലേക്കുള്ള ഇടപെടലാണ് ആ മേഖലയ്ക്ക് നടത്തിയത്. അവിടുത്തെ കൃഷിക്കാർക്ക് ആശ്വാസം പകരുന്ന ഒരുപാട് പദ്ധതികൾ നമുക്ക് അവിടെ ആവിഷ്കരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും പദ്ധതികൾ അവിടെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയായിട്ടുള്ള ലിങ്ക് കനാൽ, ചമ്രവട്ടം BM ലിങ്ക് കനാലിൻ്റെ പ്രവൃത്തി 45 വർഷക്കാലം ആയിട്ട് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. VR കൃഷ്ണയുടെ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെട്ട പദ്ധതിയാണ്. ആ പദ്ധതിയുടെ പ്രവൃത്തി നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ പ്രവൃത്തി നല്ല നിലയ്ക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തോടു കൂടി നമ്മുടെ കാർഷിക മേഖലയ്ക്കകത്ത് വലിയ കുതിപ്പുണ്ടാകും. റീബിൽഡ് കേരള പദ്ധതി പ്രകാരവും നബാർഡിന്റെ സഹായത്തോടെയും പൊന്നാനി കോൾ നിലത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളാണ് പൂർത്തിയായത്. പാടശേഖര സമിതികളുടെയും കർഷക കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ 18 കോടി 37 ലക്ഷം രൂപയുടെ വിവിധങ്ങളായ പദ്ധതികൾ പൂർത്തിയാക്കി. ഇവയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് 8 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. നിയോജക മണ്ഡലത്തിലെ മറ്റൊരു ബൃഹത് പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ പദ്ധതി. 350 കോടി രൂപയാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിന് മാത്രം ലഭിച്ചത്. നരിപ്പറമ്പിലെ അത്യാധുനിക ജലസംഭരണിയും വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റും പൂർണ്ണമായും സജ്ജമായത് ഇക്കാലയളവിലാണ് എന്നതും എടുത്തു പറയേണ്ടതാണ്. താലൂക്കിന്റെ ഭരണകേന്ദ്രമാണ് പൊന്നാനി സിവിൽ സ്റ്റേഷൻ. പാലോളിയുടെ കാലത്ത് പ്രവർത്തനം ആരംഭിച്ച പൊന്നാനി മിനി സിവിൽ സ്റ്റേഷൻ വിപുലീകരണത്തിനും അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും 10 കോടി രൂപ മുതൽ മുടക്കിൽ പുതിയ കെട്ടിടം കൂടി ഉയരുകയാണ്. 1997.39 ചതുരശ്ര വിസ്തൃതിയിൽ 3 നിലകളോട് കൂടിയ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ സബ് ട്രഷറി, വില്ലേജ് ഓഫീസ്, സബ് രജിസ്ട്രാർ ഓഫീസ്
ഇറിഗേഷൻ ഓഫീസ്, വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസ് തുടങ്ങിയ സർക്കാർ കാര്യാലയങ്ങൾ ഒരു കുടക്കീഴിൽ എന്ന പോലെ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തനം ആരംഭിക്കും. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ലിഫ്റ്റ് സംവിധാനം സഹിതം ഈ കെട്ടിടം പൂർത്തിയായാൽ നിലവിലെ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാനായി കണക്ഷൻ ബ്രിഡ്ജ് സംവിധാനവും ഏർപ്പെടുത്തും. ഇതോടുകൂടി താലൂക്കിന്റെ ഭരണകാര്യ നിർവഹണങ്ങൾ എല്ലാം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജനങ്ങൾക്ക് ആകെ പ്രാപ്യമാകും. കൂടാതെ വിവിധ സർക്കാർ കാര്യാലയങ്ങൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് ഒഴിവാക്കാനുമാകും. അടിസ്ഥാന വികസന ക്ഷേമ സേവന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും കൂടുതൽ സൗകര്യപ്രദമാക്കാനും നടന്ന നിരവധി ശ്രമങ്ങളിലെ മറ്റൊരു മകുടോദാഹരണമാണ് പൊന്നാനി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടം. ജനതയുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ രാപ്പകലില്ലാതെ സേവനത്തിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഫയർഫോഴ്സ് സംവിധാനത്തിന് നിലവിലുള്ള കെട്ടിടത്തിന്റെ അസൗകര്യങ്ങളും പരിമിതിയും ഒരു വെല്ലുവിളിയായിരുന്നു. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് പി നന്ദകുമാർ MLA പ്രത്യേകം ഇടപെട്ടു. 2025-26 ബഡ്ജറ്റിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പദ്ധതിയായി. 2.5 കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ പൊന്നാനിയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സംവിധാനം കൂടുതൽ മികവുറ്റതാകും. ആരോഗ്യമേഖലയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന കുതിച്ചുചാട്ടമുണ്ടായ കാലഘട്ടമാണ് കഴിഞ്ഞ ദശാബ്ദം. പൊന്നാനി തീരത്ത് തല ഉയർത്തി നിൽക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ഇന്ന് ജില്ലയുടെ തന്നെ അഭിമാനമാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നാടിന് സമർപ്പിച്ച ഈ അത്യാധുനിക ആതുരാലയത്തിൽ നവീന പദ്ധതികൾ കൊണ്ടുവരുന്നതിന് ഇക്കഴിഞ്ഞ 5 വർഷം പ്രത്യേക താൽപര്യമാണ് MLA AP നന്ദകുമാർ കാണിച്ചത്. 1,22 ലക്ഷം രൂപ ചെലവഴിച്ച് മാതൃശിശു ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് സ്ഥാപിക്കാൻ കെട്ടിടം നിർമ്മിച്ചു. കൂടാതെ ഐസൊലേഷൻ വാർഡിന് വേണ്ടി 1,75 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. മാതൃശിശു ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡിൽ 1,19 ലക്ഷം രൂപ ചെലവഴിച്ചു. MNCU യൂണിറ്റിന് 45 ലക്ഷം രൂപ ചെലവഴിച്ചു. ഈ 3 പദ്ധതികളും ഉദ്ഘാടനം ചെയ്തത് ഇക്കാലത്താണ്. കൂടാതെ മാതൃശിശു ആശുപത്രിയിലെ 75 ലക്ഷം രൂപ ചെലവഴിച്ചുള്ള ഓക്സിജൻ പ്ലാന്റിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ഇതേ ആശുപത്രിയിൽ 2,65 ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയൊരു പേവാർഡ് കൂടി നിർമ്മിക്കാനും 1.5 കോടി രൂപ ചെലവിൽ ഏറ്റവും പുതിയ മെഡിക്കൽ ഉപകരണങ്ങൾ ലഭ്യമാക്കാനും 3,60 ലക്ഷം രൂപ ചെലവിൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനും പ്രത്യേകം പദ്ധതികൾ ആവിഷ്കരിച്ച് സർക്കാരിന്റെ അംഗീകാരം നേടിയെടുക്കാൻ കഴിഞ്ഞത് സമാനതകളില്ലാത്ത നേട്ടങ്ങളാണ്. ഇതുകൂടാതെയാണ് ലോ മാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്ന നടപടികൾ നടപ്പാക്കിയത്. നമ്മൾ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തലയെടുപ്പുള്ള ഒരു ആശുപത്രിയാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി. ജനറൽ ആശുപത്രിയാണെങ്കിൽ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് 100 കണക്കിന് രോഗികളെ പരിശോധിക്കാനും ചികിത്സിക്കാനും കഴിയുന്ന രൂപത്തിലേക്കുള്ള ഈ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിട സമുച്ചയം എന്ന തീരാ കടമ്പ മറികടന്ന MLAയാണ് പി നന്ദകുമാർ. 11,85 ലക്ഷം രൂപ ചെലവിൽ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതോടുകൂടി ഇമ്പിച്ചിവാവ മെമ്മോറിയൽ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയുടെ നിലവിലുള്ള പരിമിതികൾ മറികടക്കാനാകും. പൊന്നാനി നഗരസഭയുടെയും ആയുഷ് മിഷന്റെയും സഹകരണത്തോടെ പുതുപ്പൊന്നാനി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് അത്യാധുനിക കെട്ടിടം യാഥാർത്ഥ്യമാക്കി സമാന്തര ചികിത്സയുടെ വാതായനം തുറന്നതും ഇക്കാലത്താണ്. ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ആയുർവേദ ചികിത്സാ കേന്ദ്രമായി തല ഉയർത്തി നിൽക്കുകയാണ് പുതുപ്പൊന്നാനിയിലെ ഈ ആതുരാലയം. 3 നിലകളിലായി 12,000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്കായി തുറന്നുകൊടുത്ത ഈ കെട്ടിടത്തിൽ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യവും പഞ്ചകർമ്മയും തെറാപ്പിയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമെല്ലാം സജ്ജീകരിക്കപ്പെട്ടു. നൂതന സംവിധാനങ്ങളോടെ പുനർനിർമ്മിച്ച ആശുപത്രിയിൽ ഇപ്പോൾ സ്ത്രീരോഗങ്ങൾ, മാനസികാരോഗ്യം, നേത്രരോഗങ്ങൾ, സ്ട്രോക്ക് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ വിഭാഗങ്ങളിൽ എല്ലാ ചികിത്സയും പരിരക്ഷയും ഉറപ്പാക്കാനായത് നാടിന്റെ പുതിയ നേട്ടങ്ങളുടെ പട്ടികയിൽ പ്രധാനമാണ്. നാഷണൽ ആയുഷ് മിഷന്റെ 1 കോടി രൂപയും നഗരസഭയുടെ 1.25 കോടി രൂപയും കൂടാതെ MLA മുൻകൈയെടുത്ത് അനുവദിച്ച 2 കോടിയും ചേർത്താണ് ഈ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത്. വൃക്കരോഗം മൂലം ദുരിതമനുഭവിക്കുന്ന 100 കണക്കിന് അശരണർക്ക് ആശ്വാസത്തിന്റെ കിരണങ്ങൾ ഉറപ്പാക്കുന്ന പൊന്നാനിയിലെ ഡയാലിസിസ് ആൻഡ് റിസർച്ച് സെന്ററിന് പുതിയ അത്യാധുനിക കെട്ടിടം എന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കിയതും കടമകൾ ഏറെ കടന്നാണ്. 4,40 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം ഇപ്പോൾ തല ഉയർത്തി നിൽക്കുന്നത്. സൗജന്യ ഡയാലിസിസ് ലഭ്യമാകുന്ന ജില്ലയിലെ തന്നെ അപൂർവം കേന്ദ്രങ്ങളിൽ ഒന്നാണ് നിലവിൽ പഴയ TB ആശുപത്രിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്റർ.
പുതിയ കെട്ടിടത്തിലേക്ക് ഈ കേന്ദ്രം മാറുന്നതോടുകൂടി വൃക്ക രോഗികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കാനും കൂട്ടിരിപ്പുകാർക്ക് തൊഴിൽ പരിശീലനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും കഴിയുന്നതോടുകൂടി ജീവകാരുണ്യ മേഖലയിലെ സമാനതകളില്ലാത്ത ദീപസ്തംഭമായി ഈ സംവിധാനം നിലനിൽക്കും. ആലങ്കോട് പഞ്ചായത്തിലെ ചങ്ങരംകുളം കുടുംബാരോഗ്യ കേന്ദ്രവും മാറഞ്ചേരിയിലെ ഫാമിലി ഹെൽത്ത് സെന്ററും പാലപ്പെട്ടി ഹെൽത്ത് സെന്ററുമെല്ലാം ആധുനീകരിക്കുന്നതിനും MLA പ്രത്യേകം ഇടപെട്ടിട്ടുണ്ട്. മെഡിക്കൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനും സേവനങ്ങളുടെ തോത് ഗണ്യമായി വർദ്ധിപ്പിച്ചുമാണ് സാധാരണക്കാർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കിയത്. BM എഴുവത്തുരുത്തി ഉൾപ്പെടെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളും മികവിന്റെ കേന്ദ്രങ്ങളായി. പൊന്നാനി നിയോജക മണ്ഡലത്തിലെ മുക്കിലും മൂലയിലുമെന്ന പോലെ പൊതുജന ആരോഗ്യ സ്ഥാപനങ്ങൾ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കിയതാണ് ആധുനിക പൊന്നാനിയുടെ ആയുരാരോഗ്യ വർത്തമാനം. നമ്മുടെ പിഞ്ചോമനകൾ സാധ്യതകളുടെ വിഹായസിലേക്ക് പറന്നുയരുന്നതിന് പൊതുമേഖലയിലെ സ്കൂളുകളുടെ നവീകരണവും പുനരുദ്ധാരണവും അതിപ്രാധാന്യമാണെന്ന് തിരിച്ചറിഞ്ഞ് പി നന്ദകുമാർ MLA നിരവധി പദ്ധതികൾക്കാണ് നേതൃത്വം നൽകിയത്. നൂറ്റാണ്ടുകാലം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച ചെറുവായ്ക്കര GUP സ്കൂൾ 2020 കൂടിയാണ് പൊന്നാനി നഗരസഭയുടെ സഹകരണത്തോടെ സ്ഥലമെടുപ്പ് പൂർത്തിയാക്കിയത്. ഇവിടെ അത്യാധുനിക കെട്ടിടം യാഥാർത്ഥ്യമാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾക്കാണ് MLA നേതൃത്വം നൽകിയത്. 1207.82 ചതുരശ്ര വിസ്തീർണമുള്ള ആധുനിക കെട്ടിടമാണ് ഇവിടെ ഉയരുന്നത്. 3 നിലകളിൽ ആധുനീകരിച്ച ക്ലാസ് മുറികളും ലൈബ്രറിയും ലിഫ്റ്റ് സൗകര്യങ്ങളുമെല്ലാം അടങ്ങിയിട്ടുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണമാണ് ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത്. വയൽ പ്രദേശമായതിനാൽ 36 മീറ്ററോളം താഴ്ചയിൽ കോൺക്രീറ്റ് പൈൽ നിർമ്മിച്ചാണ് ഈ കെട്ടിടം ഇവിടെ ഉയരുന്നത് എന്നതിനാൽ നേരത്തെ അനുവദിച്ച തുകയുടെ ഭൂരിഭാഗവും ചെലവഴിക്കേണ്ടി വന്നു. എന്നാൽ ഇത് മറികടക്കാൻ പി നന്ദകുമാർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 കോടി രൂപ കൂടി അനുവദിച്ചാണ് പുതിയ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നത്. കടവനാട് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന് മുഖച്ഛായ മാറിയത് ഇതേ കാലഘട്ടത്തിലാണ്. ഇവിടെയും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാവുകയാണ്. 3 നിലകളിലായി 936 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ആധുനിക കെട്ടിടമാണ് വിഭാവനം ചെയ്യുന്നത്. ഇവിടെയും ചെറുവായ്ക്കര സ്കൂളിന് സമാനമായി ഫൗണ്ടേഷന് വേണ്ടിയുള്ള കോൺക്രീറ്റ് പൈൽ നിർമ്മിക്കുന്നതിന് നേരത്തെ അനുവദിച്ച തുകയുടെ വലിയ ഭാഗം ചെലവഴിക്കേണ്ടി വന്നപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വാർഷിക പദ്ധതിയിൽ 2025-26 1 കോടി രൂപ കൂടി അനുവദിച്ചെടുക്കുന്നതിന് MLA നേതൃത്വം നൽകി. ഇതേ സ്കൂളിൽ ടോയ്ലറ്റ് ബ്ലോക്ക് 22 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തു. കൂടാതെ പുതുപൊന്നാനി ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂളിന് 1,58 ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായതും ഇക്കാലയളവിലാണ്. പൊന്നാനി ടൗൺ GMLP സ്കൂളിന് 1.32 ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കി. കടവനാടിലെ തന്നെ ഗവൺമെന്റ് LP സ്കൂളിന് 2,24 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം പൂർത്തിയാക്കിയത്. മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിട നിർമ്മാണത്തിന് 1 കോടി രൂപ അനുവദിച്ച് പ്രസ്തുത കെട്ടിടം നാടിന് സമർപ്പിച്ചു. മാറഞ്ചേരി സ്കൂളിലെ തന്നെ മറ്റൊരു കെട്ടിടത്തിന് 1 കോടി രൂപയുടെ ഭരണാനുമതി നേടിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. മൂക്കുതല പി ചിത്രൻ നമ്പൂതിരിപ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തത് പി നന്ദകുമാർ MLAയുടെ കാലഘട്ടത്തിലാണ്. കൂടാതെ വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1,70 ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയതും ഇതേ സ്കൂളിൽ തന്നെ 13 ലക്ഷം രൂപ ചെലവിൽ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിച്ചതും ഇക്കാലയളവിലാണ്. വെളിയങ്കോട് ഗവൺമെന്റ് LP സ്കൂളിൽ 1.70 കോടി രൂപ ചെലവിൽ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയതും ഇതേ സ്കൂളിൽ 30 ലക്ഷം രൂപ ചെലവിൽ മറ്റൊരു കെട്ടിടം ഉദ്ഘാടനം ചെയ്തതും 25 ലക്ഷം രൂപയുടെ ക്ലാസ് റൂം ആൻഡ് ടോയ്ലറ്റ് നിർമ്മാണത്തിന് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതും എല്ലാം പി നന്ദകുമാർ MLAയുടെ നേതൃത്വത്തിലാണ്. വെളിയങ്കോടിലെ തന്നെ ഫിഷറീസ് LP സ്കൂളിന് 25 ലക്ഷം രൂപയും കൊക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും MLA നേതൃത്വം നൽകി. ക്ലാസ് മുറികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി സ്കൂളിന് നിലവിലുള്ള കെട്ടിടത്തിൽ 2ാം നിലയാണ് ഇവിടെ നിർമ്മിക്കുന്നത്. 1,67 ലക്ഷം രൂപ ചെലവഴിച്ച് കൊക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതും ക്ലാസ് മുറികളും ശുചിമുറികളും നിർമ്മിക്കാൻ 32 ലക്ഷം ചെലവഴിച്ചതും ഇക്കാലയളവിലാണ്.
പാലപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും പുതിയ ക്ലാസ് മുറികൾ നിർമ്മിക്കുന്നതിനും 2,40,00,000 രൂപയും, കൂടാതെ ലാബ് ആൻഡ് ലൈബ്രറി കെട്ടിടത്തിന് 1 കോടി രൂപയും, ഹൈസ്കൂൾ ബ്ലോക്ക് കെട്ടിടത്തിന് 1 കോടി രൂപയും ചെലവഴിച്ച പദ്ധതികളെല്ലാം ഉദ്ഘാടനം ചെയ്തു. ഇതേ സ്കൂളിൽ ഹൈസ്കൂൾ ബ്ലോക്കിനായുള്ള മറ്റൊരു പദ്ധതിക്ക് 1 കോടി രൂപയുടെ ഭരണാനുമതിയും ലഭ്യമാക്കിയിട്ടുണ്ട്. തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുവാൻ 1 കോടി രൂപയാണ് അനുവദിക്കപ്പെട്ടത്. ഇതിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ലാബ് ആൻഡ് ലൈബ്രറി കെട്ടിടം 1,75,00,000 രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തത്. തൃക്കാവ് സ്കൂളിലെ തന്നെ ഹയർ സെക്കൻഡറി ബ്ലോക്ക് കെട്ടിടത്തിന് 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. വെളിയങ്കോട് സൗത്ത് GMUP സ്കൂളിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പുതിയ ക്ലാസ് റൂം നിർമ്മിക്കുന്നതിന് MLA AP നന്ദകുമാർ മുൻകൈയെടുത്തു. മേൽപ്പറഞ്ഞ എണ്ണമറ്റ പദ്ധതികൾക്ക് പുറമെയാണ് പൊന്നാനി കപ്പൽ നിർമ്മാണശാല വിഭാവനം ചെയ്തത്. പദ്ധതിക്ക് ടെൻഡർ ലഭിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി തന്ത്രപ്രധാനമായ പൊന്നാനി ബീച്ചിനോട് ചേർന്ന സ്ഥലത്ത് അത്യാധുനിക കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് കൺസോർഷ്യം ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ SPV രൂപീകരിക്കും. ഷിപ്പ്യാർഡ്, എണ്ണവാതക മേഖല പിന്തുണ കപ്പലുകൾ, തുറമുഖ സേവന കപ്പലുകൾ, ഉൾനാടൻ ദ്വീപുകൾ തമ്മിലുള്ള ഫെറി സർവീസുകൾ, സമീപ തീരദേശ ചരക്ക് കപ്പലുകൾ, യൂട്ടിലിറ്റി പട്രോൾ കപ്പലുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിലെ ചെറുതും വലുതുമായ കപ്പലുകളിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വേഗത്തിലുള്ള നിർവഹണത്തിനും ഉയർന്ന പ്രവർത്തനക്ഷമതയ്ക്കുമായി ഫാർ ഈസ്റ്റ്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ പ്രമുഖ ഷിപ്പ്യാർഡുകളിൽ നേരിട്ടുള്ള പ്രവർത്തന പരിചയമുള്ള വിദഗ്ധരെ ഉൾപ്പെടുത്തി സർക്കാർ സ്വകാര്യ മേഖലകളിലേക്കുള്ള ഗുണമേന്മയുള്ള കപ്പൽ നിർമ്മാണം ഉറപ്പാക്കും. നിരവധി പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന, തൊഴിൽ സാധ്യതകൾ മറ്റു മേഖലയ്ക്കകത്തും വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ബൃഹത്തായ പദ്ധതിക്കാണ് ഇവിടെ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. മറ്റൊരു ശതകോടി പദ്ധതി യാഥാർത്ഥ്യമായത് സാംസ്കാരിക മണ്ഡലത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്ലൈൻഡ് ഫ്രണ്ട്ലി മ്യൂസിയം കൂടിയായ പൊന്നാനിയിലെ നിള സംഗ്രഹാലയം മ്യൂസിയം നാടിന് സമർപ്പിച്ചത് P നന്ദകുമാർ MLAയുടെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ്. കേരള ചരിത്രം ഉൾക്കൊള്ളുന്ന സാംസ്കാരിക കേന്ദ്രമാണ് ഭാരതപ്പുഴയോരത്ത് സ്ഥിതി ചെയ്യുന്ന നിള സംഗ്രഹാലയം. ചമ്രവട്ടം പ്രൊജക്ട് ഓഫീസിന്റെ ഭാഗമായുള്ള ഇറിഗേഷൻ ഭൂമിയിലാണ് മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനനുസരിച്ച് ആവശ്യമായി വന്ന ഭൂമി ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് വിട്ടുകിട്ടുന്നതിൽ ഉൾപ്പെടെ നിരവധി തടസ്സങ്ങൾ നിർമ്മാണ ഘട്ടത്തിലുണ്ടായിരുന്നു. നിലവിൽ എല്ലാ തടസ്സങ്ങളും മറികടന്നുകൊണ്ടാണ് മ്യൂസിയം യാഥാർത്ഥ്യമായിരിക്കുന്നത്. 17,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഇൻഡോ ടച്ച് വാസ്തു മാതൃകയിൽ ലോകോത്തര നിലവാരത്തിലാണ് നിർമ്മാണം നടന്നിരിക്കുന്നത്. P ശ്രീരാമകൃഷ്ണൻ MLAയുടെ ആസ്തി വികസന നിധിയിൽ നിന്നും 2.16 കോടിയും കേരള സർക്കാർ ടൂറിസം വകുപ്പ് 9.16 കോടിയും അനുവദിച്ച് KIIDCയും ULCCSും നിർമ്മിച്ച മ്യൂസിയത്തിൽ അക്വാസ്റ്റിക് ഓഡിറ്റോറിയവും ആംഫി തിയേറ്ററും ഓപ്പൺ എയർ സ്റ്റേജും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഉദ്യാനവൽക്കരണവും നടത്തി. കുറച്ചുകൂടി സൗകര്യങ്ങളും സംവിധാനങ്ങളും യാഥാർത്ഥ്യമാക്കുന്നതിന് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതോടെ പൊന്നാനിയിലെ നിള സംഗ്രഹാലയം കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ തല ഉയർത്തി നിൽക്കും. നമ്മുടെ ടൂറിസം മേഖലയ്ക്കകത്ത് വലിയ തോതിലേക്കുള്ള കുതിപ്പാണ് പൊന്നാനിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിള നദീ തീരം, ആ കർമ്മ റോഡിൻ്റെ പരിസരമാകെ തന്നെ വലിയ തോതിൽ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു പ്രദേശമായി മാറിക്കഴിഞ്ഞു. അവിടെ നിള സംഗ്രഹാലയത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരണം കഴിഞ്ഞു. അതുപോലെ തന്നെ പുതിയ രൂപത്തിലേക്കുള്ള പ്രൊജക്റ്റുകളും നമ്മുടെ മണ്ഡലത്തിൽ വരുന്നുണ്ട്. സ്വകാര്യ മേഖലയ്ക്കകത്ത് ഉള്ള മുതൽ മുടക്കോട് കൂടി ഏകദേശം 200 കോടി രൂപയുടെ ടൂറിസം മേഖലയ്ക്കുള്ള പ്രവൃത്തികളാണ് ആരംഭിക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രവൃത്തി 2 മാസം കൊണ്ട് തന്നെ പലതിനും പ്രവൃത്തി ആരംഭിക്കും. 2 കൊല്ലം കൊണ്ട് പൂർത്തീകരണം നടക്കും. പൊന്നാനി ബീച്ചിൽ നമ്മളെ നല്ല ഒരു പാർക്കിൻ്റെ എല്ലാ വിധത്തിലെ ടെൻഡർ നടപടിയും പൂർത്തീകരിച്ച് അക്ബർ ട്രാവൽസ് ഗ്രൂപ്പിന് അത് നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പ്രവൃത്തിയും വളരെ പെട്ടെന്ന് ആരംഭിക്കും. അങ്ങനെ അതിമനോഹരമാകുന്ന രൂപത്തിലേക്ക് പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു മിന്നും പൊന്നാനി ആക്കി മാറ്റത്തക്ക രൂപത്തിലേക്കുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കുള്ളത്. ആഭ്യന്തര ടൂറിസം രംഗത്ത് പൊന്നാനിയുടെ അടയാളപ്പെടുത്തലായ പൊന്നാനി നിളയോര പാതയിൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും സൗഹൃദപാത നവീകരിക്കുന്നതിനും 37 കോടി രൂപയാണ് ഇതിനകം ചെലവഴിച്ചത്. അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനും നിളയോര ടൂറിസം പാലം നിർമ്മാണത്തിനും 37 കോടി രൂപ ചെലവഴിച്ചതോടെ സഞ്ചാരികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന ഇടമായി പൊന്നാനി മാറി. 5,30,00,000 രൂപ ചെലവിൽ മറൈൻ മ്യൂസിയത്തിന്റെ നിർമ്മാണം നിളയോര പാതയിൽ തന്നെ അന്തിമഘട്ടത്തിലാണ്.
പ്രതിസന്ധികൾ തരണം ചെയ്ത് നിലവിൽ ടൂറിസം വകുപ്പിന് കീഴിലാണ് മറൈൻ മ്യൂസിയം എന്ന പദ്ധതി പുരോഗമിക്കുന്നത്. നിളയോരത്ത് തന്നെ ആരംഭിച്ച മറൈൻ മ്യൂസിയം പദ്ധതി ടൂറിസം വകുപ്പിന് കൈമാറുകയും 5,30,00,000 രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തതും നിളയോര പാതയോട് ചേർന്ന് തന്നെയുള്ള എഴുപത്തുരുത്തി അക്വാറ്റിക് സ്റ്റേഡിയത്തിന് 21 കോടി രൂപ ചെലവിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനായതുമെല്ലാം നേട്ടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചവയാണ്. നിളയോര പാതയ്ക്ക് അടുത്ത് തന്നെയുള്ള എഴുപത്തുരുത്തി ശ്മശാന നവീകരണത്തിന് 3 കോടി രൂപയുടെ പദ്ധതിയായതും ഇതേ കാലഘട്ടത്തിലാണ്. നിളയോര പാതയോട് ചേർന്നുള്ള മൈനോറിറ്റി കോച്ചിംഗ് സെന്ററിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 2024-25 ബജറ്റിൽ 2 കോടി രൂപയാണ് വകയിരുത്തിയത്. നിളയോര പാത നവീകരണത്തിന് 10 ലക്ഷം രൂപ ചെലവഴിച്ച് ഉദ്ഘാടനം നിർവഹിച്ചതും ഇക്കാലയളവിലാണ്. പൊന്നാനിയുടെ ടൂറിസം രംഗത്തിന് ഉണർവേകിയ കാലമാണ് കടന്നുപോയത്. അങ്ങനെ കാർഷിക മേഖലയ്ക്കകത്ത്, മത്സ്യമേഖലയ്ക്കകത്ത്, പശ്ചാത്തല മേഖലയ്ക്കകത്ത് ഒക്കെ നല്ല രൂപത്തിലേക്കുള്ള ഇടപെടലുകളാണ് ഈ കാലഘട്ടം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ രൂപത്തിലേക്കുള്ള നിക്ഷേപമാണ് ഈ നമ്മുടെ പൊന്നാനി മണ്ഡലത്തിനകത്ത് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. സ്വകാര്യ മേഖലയ്ക്കകത്തുള്ള നിക്ഷേപം കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പൊന്നാനിയുടെ സമഗ്രമായ ഒരു വികസനം എന്ന സ്വപ്നമാണ് നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയാൻ പോകുന്നത്. ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ പൊന്നാനിക്കൊരു സ്ഥാനമുണ്ട്. സാംസ്കാരിക മണ്ഡലത്തിലും പൊന്നാനിക്കൊരു സ്ഥാനമുണ്ട്. വികസന മേഖലയ്ക്കകത്തും പൊന്നാനി മെച്ചപ്പെട്ട രൂപത്തിലേക്കുള്ള ഒരു സ്ഥാനം കരസ്ഥമാക്കാനുള്ള വലിയൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ശ്രമത്തിൽ നമ്മൾ മുൻപന്തിയിൽ തന്നെ നിൽക്കുമെന്ന കാര്യം സംശയമില്ല. എല്ലാം കൊണ്ടും എടുത്തു പറയത്തക്ക വികസനത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം എന്ന് പറയാം. സമാനതകളില്ലാത്ത വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാവുകയും കാലാനുസൃതമായുള്ള ബഹുമുഖ ബൃഹത് പദ്ധതികൾ വിഭാവനം ചെയ്യുകയും ചെയ്ത മണ്ഡലമാണ് പൊന്നാനി. നാളെയുടെ തലമുറയ്ക്ക് അടിസ്ഥാന വികസന പദ്ധതികളും ക്ഷേമ പ്രവൃത്തികളും ഉറപ്പാക്കി എന്നതാണ് പൊന്നാനിയുടെ ഏറ്റവും വലിയ നേട്ടം. കേരളം കൈവരിച്ച പൊതുവായ നേട്ടങ്ങൾക്കൊപ്പവും നവകേരളത്തിന്റെ കുതിപ്പിനൊപ്പവും അന്തസ്സോടെ നിലയുറപ്പിച്ച നാടായി പൊന്നാനി അടയാളപ്പെടുകയാണ്. ഈ PSCയുടെ സേവനങ്ങൾ എല്ലാ ആളുകളിലും എത്തിക്കുക എന്നുള്ള ഒരു സംവിധാനം കൊണ്ടുവരാൻ PSCയിൽ കഴിഞ്ഞു. അതിന് സാറിന് പ്രചോദനമായത് എന്താണ്? സാധാരണഗതിയിൽ പ്രചോദനം എന്ന് പറയുന്നത് ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നവരും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതും ഞാനും തമ്മിലുള്ള ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം നടപ്പിലാക്കാൻ കഴിയുമെന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ചുമതലകളൊക്കെ തന്നെ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ സമയത്തും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിനനുസൃതമായി അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുന്നതിനുള്ള യാത്രയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ യാത്ര അത്ര പ്രചോദനകരമാകുകയും അതിനനുസരിച്ചുള്ള PSCയിലേക്ക് മാറ്റങ്ങൾ നമ്മൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ നിയമനങ്ങളിൽ വലിയ ശതമാനം നിയമനം നടത്തുന്ന ഒറ്റ സംസ്ഥാന PSC ആയിട്ടുള്ള കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. കോടിക്കണക്കിന് അപേക്ഷകളാണ് 400ഓളം വരുന്ന 500ഓളം വരുന്ന നോട്ടിഫിക്കേഷനെതിരെ അപ്ലൈ ചെയ്യുന്നത്. ഇത് കേരള വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ, കേരള ഉദ്യോഗാർത്ഥി സമൂഹത്തിൻ്റെ വലിയൊരു അത്താണിയാണ്, ഒരു പ്രതീക്ഷയുടെ ഒരു തുരുത്താണ്. അവിടെ അവർ പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ ആ പ്രതീക്ഷയ്ക്കനുസൃതമായി കാലാനുസൃതമായ മാറ്റങ്ങൾ, ഡിജിറ്റൽ മാറ്റങ്ങൾ, അതുപോലെ തന്നെ പരീക്ഷാ സംവിധാന മാറ്റങ്ങൾ, പുതിയ പുതിയ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലെ സ്റ്റേറ്റ് സർവീസിൻ്റെ കേഡറിൻ്റെ രൂപീകരണം തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതാണ് PSC സംബന്ധിച്ചോളം ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ. PSCയിലെ അപേക്ഷകരെ സംബന്ധിച്ചോളം വളരെ ഫ്രണ്ട്ലിയായി, ഹാൻഡ്ലിയായി കൈകാര്യം ചെയ്യുന്നതിനാവശ്യമായ രൂപത്തിൽ PSCയുടെ സൈറ്റുകളൊക്കെ നമ്മൾ മാറ്റം വരുത്തി. പിന്നെ പരീക്ഷാ സംവിധാനങ്ങൾ നമ്മൾ അറിയാം, എല്ലാം വളരെ നല്ല രൂപത്തിൽ പരീക്ഷ നമ്മൾ നടത്തുകയും പരീക്ഷ കുറ്റമറ്റ രൂപത്തിൽ നടത്തുകയും ഏറ്റവും കൂടുതൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ഏറ്റവും കൂടുതൽ അപ്പോയിൻമെൻറ്റ് നടത്താൻ ചെയ്തു എന്നുള്ളതിൻ്റെ ഗുണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ് സർവീസിൻ്റെ, കേരള സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുമ്പോൾ IASൻ്റെ താഴെയുള്ള സ്റ്റേറ്റ് സർവീസാണ്. അത് കേരളത്തിൽ കുറേ കാലങ്ങളായി നമ്മൾ പദ്ധതികൾ അത് കണ്ടെത്തി അത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായ ശ്രമങ്ങൾ നടത്തി വരികയാണ്. അത് നടപ്പിലാക്കേണ്ടത് PSC ആണ്. അപ്പോൾ അതിൻ്റെ ചട്ടങ്ങൾ രൂപീകരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ IASൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന രൂപത്തിൽ കേരളത്തിലെ ഡിഗ്രി ഹോൾഡേഴ്സിന് മുഴുവൻ ആ ഒരു പരീക്ഷയിലേക്ക് ക്ഷണിക്കുകയും അതിനകത്ത് 2 ഘട്ടമായി പരീക്ഷ നടത്തി, പ്രിലിമിനറി പരീക്ഷ നടത്തി, അതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തി,
ഫൈനൽ പരീക്ഷ നടത്തിയിട്ട് സ്റ്റേറ്റ് സിവിൽ സർവീസ് നമ്മൾ ഫോം ചെയ്യുക എൻ്റെ ചെയർമാൻഷിപ്പുള്ള കാലഘട്ടം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു. PSC ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും മാതൃകാ സ്ഥാപനം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അപ്പോയിൻമെൻറ്റ് നടത്തിയ സ്ഥാപനം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാങ്ക് ലിസ്റ്റ് നടത്തിയ സ്ഥാപനം, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തുക വഴി ആ ഒരു 6 വർഷക്കാലം ഒരു ദിവസം പോലും മാറ്റിവെക്കാതെ കോവിഡ് കാലഘട്ടങ്ങളിൽ പോലും പരീക്ഷ നടത്തി PPE കിറ്റുകൊണ്ട് PSC ചെയർമാൻ അംഗങ്ങളും ഇൻ്റർവ്യൂ നടത്തി. കാരണം അതിന് ആ ഒരു കാലതാമസം പോലും നമ്മൾ റാങ്ക് ലിസ്റ്റിനകത്ത് വരാൻ പാടില്ല എന്നുകൊണ്ടാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തോടുകൂടി PSCയുടെ സ്ഥലങ്ങൾ കുറെ കിട്ടി, PSCക്ക് സ്വന്തം കെട്ടിടങ്ങളായി, വലിയ മാറ്റങ്ങൾ സംഭവിച്ചതോടുകൂടി കേരളത്തിലെ 14 ജില്ലാ PSC ഓഫീസുകളും അതുപോലെ തന്നെ സംസ്ഥാന PSC ഓഫീസും അതിൻ്റെ ഘടനാ മാറ്റങ്ങളും അതിൻ്റെ എല്ലാ പ്രവർത്തന ക്ഷമത എല്ലാം കൈവരിച്ച വർഷം തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുതന്നെയാണ് എന്നിൽ അർപ്പിതമായ ഒരു ചുമതല നടപ്പിലാക്കുമെന്നതിന് തെളിവ്. മറ്റു തെളിവുകൾ ഒരു അഴിമതിയോ ഒരു സ്വജനപക്ഷപാതമോ ഒന്നും PSCയിൽ നടന്നിട്ടില്ല. ഒരു കഥയും എന്നെ സംബന്ധിച്ചില്ല. എന്തൊക്കെ പ്രചരിപ്പിച്ചാൽ അതൊക്കെ കളവാണ് എന്ന് കൃത്യമായിട്ടുള്ളതാണ്. എന്തെങ്കിലും ഒരു ആരോപണമോ മറ്റോ ഒരു 10 രൂപയുടെ സ്റ്റാമ്പ് ഹാജരാക്കി കഴിഞ്ഞാൽ വിവരാവകാശ പ്രകാരം കിട്ടുമെങ്കിൽ അതല്ലേ പുറത്തെടുത്ത് കാണിക്കേണ്ടത്. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. അതൊന്നും ചെയ്യാതെ ഇരിക്കുന്നത് ഈ കള്ളക്കഥകൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സത്യം കണ്ടുപിടിക്കാൻ പോലും ശ്രമിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഒന്നുമില്ലാത്ത ഒരു തെറ്റും ചെയ്യാത്ത ഏറ്റവും ശരിയുടെ മാർഗത്തിലൂടെ മാത്രം യാത്ര ചെയ്തൊരു കാലഘട്ടം. അപ്പോൾ ഈ PSCയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഒന്ന് കൊണ്ടുവന്നിരുന്നല്ലോ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതിനെ കുറിച്ചൊന്ന് ഈ നമ്മൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എൻ്റെ കാലഘട്ടത്തിൽ 2 തരം സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഉണ്ടായില്ല. കാരണം അടിസ്ഥാനപരമായ അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ ഇത്തരം റിക്രൂട്ട്മെന്റ് സംവിധാനങ്ങളിലൂടെ കടന്നു വരാനുള്ള ഒരു സാധ്യതയും വളരെ വിദൂരമായി അവരെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായി നിലനിൽക്കുന്ന മേഖലയാണ് മത്സ്യത്തൊഴിലാളി മേഖലയും ആദിവാസി മേഖലയും. അത് ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ താമസിക്കുന്ന കൊടും കാട്ടിൽ എത്രയോ മനുഷ്യജീവിതങ്ങൾ ഉണ്ട്. അതിനകത്ത് പുതിയ ചെറുപ്പക്കാരുണ്ട്. അവർക്ക് കുറേശ്ശെ വിദ്യാഭ്യാസം കിട്ടിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും അവരെ കേരളത്തിൻ്റെ ഉദ്യോഗസ്ഥ ഭരണ മേഖലയിൽ അവരെ പങ്കാളികളാക്കണം. അത് ആ നാട് വികസിക്കും, ഈ കുടുംബത്തിന് ജോലിയും കിട്ടും. അതിൻ്റെ ഭാഗമായി കാട്ടിൽ ചെന്നുകൊണ്ട് അവരെ ഊരുകൾ ചെന്നുകൊണ്ട് അവർക്ക് രേഖകളെല്ലാം സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപേക്ഷ വാങ്ങി അവർ റിക്രൂട്ട് ചെയ്ത് പോലീസിലും എക്സൈസിലും ആദിവാസി മേഖലയിലുള്ളവർ ഇന്ന് ബൂട്ടണിഞ്ഞുകൊണ്ട് പോലീസ് ഓഫീസർമാരായും എക്സൈസ് ഓഫീസർമാരെയും കാണുമ്പോൾ അതിനെ മുന്നിൽ നിന്ന് നയിച്ചതിൻ്റെ വലിയൊരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. അതൊക്കെ വലിയ സംഭവങ്ങളാണ്. കൂടാതെ നമുക്കറിയാം മത്സ്യമേഖല ഇതേപോലെ തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രത്യേക ഒരു ജീവിത സാഹചര്യം തന്നെയാണ്. കാരണം പരമ്പരാഗത മത്സ്യത്തൊഴിൽ അവിടെ നിലനിർത്തി പോകുന്നുണ്ട്. അതിൽ നിന്ന് എന്നാൽ അവർ കുട്ടികളൊക്കെ തന്നെ അത്യാവശ്യം പഠിച്ച് വളരുന്ന സാഹചര്യം നിലവിലുണ്ട്. അവർക്ക് പ്രത്യേകമായി ഒരു മത്സ്യഫെഡിലേക്കും മറ്റ് ചില ഡിപ്പാർട്ട്മെൻറ്റിലേക്കും റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ മത്സ്യത്തൊഴിലാളികളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അവരുടെ മക്കൾക്ക് മാത്രമായി നമ്മൾ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തി. അതുവഴി കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിൽ നിന്ന് പലയിടത്തും പരീക്ഷയിൽ അവർ തമ്മിൽ പരീക്ഷയാണ്. അവർ തമ്മിലുള്ള പരീക്ഷയിൽ പല ഭാഗത്തും പലർക്കും ജോലി കിട്ടുന്ന സംവിധാനം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ട്രാൻസ്ജെൻഡർ എന്നൊരു വ്യത്യാസമില്ലാതെ അവരെ സംബന്ധിച്ചോളം അവരെ ഉൾക്കൊള്ളിച്ചു. ഡിഫറൻ്റ്ലി ഏബിൾഡ് ഉണ്ടായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ നമ്മൾ 3% എന്നത് 4% ഉയർത്തുന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴി ധാരാളം ഉദ്യോഗാർത്ഥികൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സെറിബ്രൽ പാൾസി, മെൻ്റൽ റിട്ടാർഡേഷൻ അടക്കമുള്ളവർ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ സ്പോർട്സ് കോട്ടയിലുള്ള നിയമനം, പിന്നെ നമ്മൾ 3% ആയിരുന്ന ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് അംഗപരിമിത വിഭാഗങ്ങളുടെ 3%, 4% ഉയർത്തിയിട്ട് റാങ്ക് നമ്പർ 1
നമ്മൾ ഡിസബിൾഡ് അതർവൈസ് ദ ഡിഫറൻ്റ്ലി ഏബിൾഡ് DA കാറ്റഗറി. ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിക്കാർക്ക് റാങ്ക് നമ്പർ 1 കൊടുക്കുന്നത് വഴി മറ്റേ ആരായേക്കാളും മുകളിൽ അവർ ആദ്യം നിയമിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഈ വ്യക്തി അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ഓടിയെത്താൻ കഴിയാത്ത വലിയ ഒരു വിഭാഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് യാത്ര ചെയ്യിപ്പിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് സംവിധാനങ്ങളിലൂടെ ഒരു ബ്യൂറോക്രസിയിലേക്ക് അവരെ കൊണ്ടുവരുന്ന, അവരെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന റിക്രൂട്ട്മെൻറ്റ് സംവിധാനങ്ങൾ മുഴുവൻ നടപ്പിലാക്കാൻ നേതൃത്വം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ PSC എന്നത് ഫുൾ ഫ്ലഡ്ജിൽ നമ്മൾ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു. രാഷ്ട്രീയത്തിലേക്ക് വന്നത് എങ്ങനെയാണ്? കുടുംബ പശ്ചാത്തലം? രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കുടുംബം ഒരു അധ്യാപക ദമ്പതികളുടെ മകനാണ് ഞാൻ. അവർ ഈ അധ്യാപക സർവീസ് പ്രസ്ഥാനം അതുപോലെ തന്നെ നാട്ടിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടും വലിയ സമരങ്ങളൊക്കെ നയിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വലിയ സമരം തന്നെ ആ സമരങ്ങളിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം പോലും വാങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള അധ്യാപക സംഘടനയുടെ പ്രവർത്തകരൊപ്പം നിന്നിട്ട് പട്ടിണി കിടന്ന സമരങ്ങളിലൂടെ നമ്മൾ കണ്ടത് ജീവിച്ചാണ്. അതേപോലെ തന്നെ നാട്ടിലെ ഓരോ വിഷയങ്ങളും ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരെ പാത പിന്തുടരേണ്ടി വരുന്നു എന്നത് വളരെ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ ആവശ്യകതയാണ്. ഞങ്ങളെല്ലാ മക്കളും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലെ അംഗങ്ങളായി വരുന്നവർ, അംഗങ്ങളായി ജനിക്കുന്നവരെല്ലാവരും തന്നെ ചെറിയ കുട്ടികളടക്കം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് ഇറങ്ങുകയാണ്. ആ ഇറങ്ങുന്നതിൻ്റെ ഭാഗമായി ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടുന്നത് EMSും AKGക്കൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മളിപ്പോൾ പര്യടനത്തിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, കൊച്ചു കുട്ടിയെ സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ പെങ്ങളെയാണ് കൊണ്ടുപോയി നിർത്തിയിട്ട് മാലയിട്ട് സ്വീകരിക്കാന്നൊക്കെ. അപ്പോൾ നമ്മൾ സത്യത്തിൽ അവരായിരുന്നു എന്നുള്ളതൊക്കെ പിന്നീട് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ കുടുംബം മൊത്തം ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചതിൻ്റെ ഭാഗമായി വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ബാലസംഘവുമായി ബന്ധപ്പെട്ടിട്ടും ഒക്കെ തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയതാണ്. സ്കൂൾ രാഷ്ട്രീയത്തിൽ തന്നെ സംഘടനാ പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ജ്യേഷ്ഠനാണ് സ്കൂൾ ലീഡറായത്. ഞാൻ SFയുടെ സെക്രട്ടേറിയറ്റ് അന്നുണ്ടായിരുന്നു. അന്ന് ചെറിയ കുട്ടി എന്നുള്ള എനിക്ക് അന്നത്തെ ഈ പാർട്ടിയുടെ ഏരിയ SFയുടെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോയി. അതിനുശേഷം നമ്മൾ തുടരുകയാണ്. നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ പോരാടുക എന്നത് അന്നത്തെ കാലത്തെ ഒരു മുദ്രാവാക്യമായിരുന്നു. പഠിക്കുക, പോരാടുക എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടികളെ അവരെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് എല്ലാ സഹായകരമായ നിലപാടും എടുത്ത് അവരെ സഹായിക്കുക, സ്വയം പഠിക്കുക, കൂടാതെ തന്നെ പോരാട്ടങ്ങളിൽ ഏർപ്പെടുക. എന്ത് തരം പോരാട്ടങ്ങളാണ്? വിദ്യാഭ്യാസ രംഗത്ത് കാലാനുസൃതമായ മാറ്റവും ഒരേ സമയം പഠിക്കുകയും പോരാടുകയും ചെയ്യുന്ന ഇതുവഴി അതിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വമാണ് ഞാൻ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും ഈ കലാലയം, സ്കൂൾ, ചെറുപ്പ കാലഘട്ടം മുതൽ ഇങ്ങനെ വളർന്ന ഓരോ ഘട്ടങ്ങളിലും വന്നു. പിന്നീട് ഞാൻ ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒരു കോളേജിൽ അംബേദ്കർ പ്രിൻസിപ്പളായിരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ എന്നും 1ാം റാങ്കിൽ നിൽക്കുന്നതാണ് ബോംബെ ഗവൺമെൻറ് ലോ കോളേജ്. അതിനകത്ത് അഡ്മിഷൻ കിട്ടുന്നത് വഴി അവിടെയും മറിയം ബൂട്ടുവാല, അശോക് ധോള എന്നൊക്കെ പറയുന്ന അന്നത്തെ SFI നേതാക്കന്മാരെ കൂട്ടിക്കൊണ്ടുപോയി കോളേജിൽ വന്ന് സമരം നടത്തുന്ന വഴി ബോംബെയിൽ തന്നെ ഗവൺമെൻറ് ലോ കോളേജിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ, വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയമുണ്ടോ, വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയ പക്ഷമുണ്ടോ എന്ന് ചൂണ്ടിക്കാണിച്ച് കൊടുത്തുകൊണ്ട് അന്നത്തെ കോളേജിൻ്റെ എല്ലാ പ്രൊഫസർമാരും പ്രിൻസിപ്പളൊക്കെ തന്നെ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ പുസ്തകത്തിൽ മാത്രം ഒതുങ്ങാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ മറിച്ച് സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അത്തരം പോസ്റ്റേഴ്സൊക്കെ കോളേജിനകത്ത് ഒട്ടിക്കുന്നു, ആരാണ് നിങ്ങൾ എന്നൊരു ചോദ്യത്തിന് വലിയൊരു മറുപടിയാണ് കൊടുത്തത്. അങ്ങനെ കോളേജിലെ അതിൻ്റെ സീനിയർ റെപ്രസെൻറ്റേറ്റീവായി അന്ന് എല്ലാ വിദ്യാർത്ഥികളാലും എന്നെ അവിടുത്തെ കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് 1.5 മണിക്കൂറോളം ബോംബെ ഗവൺമെൻറ് ലോ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുരോഗമന ആശയങ്ങളെ സംബന്ധിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോഴാണ് അവിടെയും എൻ്റെ പക്ഷം വിജയിച്ചു. എൻ്റെ കൂടെ 1-2 പ്രവർത്തകർക്ക് മാത്രം ലഭിച്ചിരുന്ന അവിടെ വലിയ രൂപത്തിൽ പുരോഗമന വിദ്യാർത്ഥി രാഷ്ട്രീയം ഉടലെടുക്കുകയും അത് വലിയ രൂപത്തിൽ അത് നമുക്ക് വലിയ നേട്ടങ്ങളാവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ അറിവ് നാട്ടിൽ വന്നു, യുവജന പ്രസ്ഥാനത്തിന് നേതൃത്വം ഏറ്റെടുത്തു,
പാർട്ടി ഉത്തരവാദിത്തങ്ങളിലേക്ക് വന്നു. ട്രേഡ് യൂണിയൻ എന്നൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്, അതിൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് വന്നു. വക്കീൽ എന്നുള്ള രൂപത്തിൽ അതിൻ്റെ യൂണിയനിലേക്ക് വന്നു. പിന്നീട് അഭിഭാഷകൻ എന്ന രൂപത്തിലേക്ക് വന്ന മാറ്റങ്ങളാണ് PSC മെമ്പറും ചെയർമാനും ഒക്കെ ബോർഡും. അപ്പോൾ ഉടനീളം പാർട്ടിയുടെ ഒരേ തരത്തിൽ നിശ്ചയിക്കപ്പെട്ട, അല്ലെങ്കിൽ ഞാനതിനകത്ത് കയറി ചെന്നിട്ടുള്ള ഒരു യാത്ര തുടരുകയും എന്നെ ചില ചുമതലകൾ അതിനിടയിൽ ഏൽപ്പിക്കുകയും ചെയ്തതാണ് എൻ്റെ ഇതുവരെയുള്ള വ്യക്തിഗത രാഷ്ട്രീയ ജീവിതം.